എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നിറം വർദ്ധിപ്പിക്കാം എന്നുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം ആഡ് ചെയ്ത് പറയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ ബോൾഡായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും നമ്മൾ വളർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ നന്നേ ചെറുതിലെ തന്നെ അവരെ അങ്ങനെ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി. അതിനാണ് നമ്മൾ നിറം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ തെറ്റില്ല. പാരൻസ് ആയാലും അങ്ങനെ ചിന്തിക്കും. കാരണം നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി അതിനെ നമ്മളങ്ങനെ ആക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല, ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കോൺഫിഡൻ്റ് ആയിട്ട് വളർത്താം. മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിക്കാനായിട്ട് ധൈര്യത്തിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻ്റ് ആയിട്ട് ബോൾഡായിട്ട് വളർത്താനുള്ള ശ്രമിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. നന്നേ ചെറുതിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അറിയാതെ പറയുന്നതായിരിക്കാം. നിറത്തിനെ കുറിച്ചിട്ടായാലും ഒക്കെ നമ്മൾ ചെറുതിലെ പറയുമ്പോൾ അത് അവരുടെ കുഞ്ഞു മനസ്സിൽ ഒരുപാട് മുറിവ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് അവർ വളരും തോറും ആ മുറിവും വളർന്ന് അത് അപകർഷതാബോധം അത് വലുതാവുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അത് മാറിപ്പോവും. അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, സ്റ്റേജ് ഫിയർ, അങ്ങനെയൊക്കെ രീതിയിൽ അത് വളരും. അപ്പോൾ നമ്മൾ ചെറുതിലെ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ അറിയാതെ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മുതിർന്നവരായിരിക്കാം, കമ്പയർ ചെയ്ത് സംസാരിക്കുമായിരിക്കാം. ഒരു കുഞ്ഞിനെ വെച്ചിട്ട് നിറമില്ല എന്നൊക്കെ പറയുന്ന രീതി, അത് നമ്മൾ അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് അവരുടെ കുഞ്ഞു മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടിപ്സാണ് കുഞ്ഞുങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 3 മാസം വരെ ഞാൻ മോൾക്ക് നാളികേരപ്പാലില്ലേ, നമ്മൾ നാളികേരപ്പാലും മഞ്ഞളുമാണ് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 3 മാസം വരെ അതായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. മഞ്ഞളെന്ന് പറഞ്ഞാൽ പച്ചമഞ്ഞളാണ് കേട്ടോ ഉപയോഗിച്ചിട്ട്. പച്ചമഞ്ഞൾ അരച്ചിട്ടാണ് തേച്ച് കൊടുത്തിരുന്നത്. വേറെ ഓയിൽസൊന്നും 3 മാസം വരെ ഉപയോഗിച്ചിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അവർ ഈ ഒരു നാളികേരപ്പാൽ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സമയത്ത് ഉപയോഗിക്കാം. മറ്റ് ഓയിൽസ് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടി അതിനാണ് ഇത് കൊടുക്കുന്നത്. കാരണം നാളികേരപ്പാലും മഞ്ഞളുമാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നാളികേരപ്പാലെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളത്തിലൊന്നുമല്ല കേട്ടോ, നല്ല കട്ടിയിൽ നമ്മൾ വെള്ളം അധികം ഒഴിക്കാതെയാണ് കേട്ടോ പാലെടുക്കണത്. നമുക്ക് കുറച്ച് മതിയല്ലോ, കുഞ്ഞിന് അധികം ഒന്നും ആവശ്യം വരില്ല, വളരെ കുറച്ച് മതി. അപ്പോൾ അത് നല്ലോണം തേച്ച് കൊടുക്കുക. ദേഹത്ത് മുഴുവനായിട്ട് മുഖത്തും ഒക്കെ തേച്ച് കൊടുക്കുക. തലയിൽ തേക്കരുത് കേട്ടോ. അതും പിന്നെ പച്ചമഞ്ഞൾ ഞാൻ അരച്ചിട്ട് നമുക്കൊരു ചെറിയൊരു കല്ലെടുത്തിട്ട് നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും. അതുപോലെ കല്ല് ആയുർവേദ കടയിൽ നിന്നൊക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മിയൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ ഉരച്ചിട്ടാണ് ഞാൻ ഈ പാലിൻ്റെ ഒപ്പം മുഖത്ത് തേക്കുമായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ 3 മാസം വരെ അതായിരുന്നു ചെയ്തിരുന്നത്. അതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുക കേട്ടോ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് 3 മാസത്തിന് ശേഷം പിന്നെ നാൽപ്പാമരാതി ഓയിൽ, അതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ അതിൽ പ്രധാനമായിട്ടും നാൽപ്പാമരാതി ഓയിൽ അടങ്ങിയിട്ടുള്ളത് രാമച്ചം, മഞ്ഞൾ, എള്ളെണ്ണ, നെല്ലിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ആ ഒരു ഓയിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അതിൻ്റെ ആ സ്കിന്ന് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒരു നല്ല ഗ്ലോ ആക്കാനൊക്കെ സഹായിക്കും നാൽപ്പാമരാതി ഓയിൽ കേട്ടോ. അത് ഒരുപാട് നല്ലതാണ്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്
സ്കിന്ന് ഡ്രൈ ആയി പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓയിൽ തേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഓയിൽ തേച്ചിട്ട് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ കുളിപ്പിക്കുക, അല്ലെങ്കിൽ 10 മിനിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, കുളിപ്പിക്കുമ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇപ്പോൾ സോപ്പാണെങ്കിൽ സോപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബേബി ബാത്തൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അത് മുഴുവനായിട്ട് കളയാതിരിക്കാൻ നോക്കുക. ദേഹത്ത് കുറച്ച് എണ്ണ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പ്രത്യേകിച്ച് വിൻ്റർ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഓയിൽ മുഴുവനായിട്ട് കളയാതിരിക്കുക. ചെറുപയർപ്പൊടിയൊക്കെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവില്ല. അതാണ് നമുക്കതിന് ചെയ്യാൻ പറ്റുക. പിന്നെ എന്താണ്, അതിന് ശേഷം പിന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഓയിലാണ് തവിട്ട് വെമ്പാട വെച്ചിട്ടുള്ള ഒരു ഓയിൽ. അത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. തവിട്ട് വെമ്പാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ക്രീപ്പർ എന്നാണ് കേട്ടോ പറയുക. അത് നമുക്ക് പച്ചമരുന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അത് കുഞ്ഞുങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെർബാണത്. നിങ്ങൾക്കത് എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടും, പച്ചമരുന്ന് കടകളിൽ നിന്നൊക്കെ കിട്ടും. അപ്പം തവിട്ട് വെമ്പാട എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ കുഞ്ഞുങ്ങളുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്, സോഫ്റ്റ് ആക്കാനും. ഇപ്പോൾ കുറേ പേർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഒലീവ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറുത്ത് പോവോ, അങ്ങനെ ഒരു സംശയം കുറേ പേർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് ഞാനും കേട്ടിരുന്നു അങ്ങനെ. അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ റിയൽ കാരണം റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒലീവ് ഓയിൽ നമ്മൾ മേടിക്കുമ്പോൾ പ്യുവറായിട്ടുള്ള എന്താ പറയുക, വെർജിൻ ഒലിവ് ഓയിൽ വാങ്ങാൻ നോക്കുക. അതിൽ വേറൊരു മിക്സൊന്നും ഇല്ലാത്ത ഒലിവ് ഓയിലില്ലേ, നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലത് കിട്ടും. അതിലെന്തെങ്കിലും മിക്സ് ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, നിറം കുറഞ്ഞു പോകുന്നത് നമുക്ക് തോന്നുന്നു. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ആ കണ്ടൻസ് നോക്കാം, അതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ. പാമോയിലൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒലീവ് ഓയിലൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇതുപോലെ സംഭവിക്കും, നിറം കുറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 100% വെർജിൻ ഒലീവ് ഓയിൽ തന്നെ മേടിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെന്താണ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തലയിൽ തേക്കാനായിട്ട് വെന്ത വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. നമ്മൾ നാളികേര പാൽ കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല, അത് 100% പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്കറിയാം വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു വെളിച്ചെണ്ണയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തലയിൽ തേക്കാൻ, ഈ പറഞ്ഞതൊന്നും നമ്മൾ തലയിൽ തേക്കുന്നില്ലല്ലോ, തലയിൽ തേക്കാനായിട്ട് ഞാൻ വെന്ത വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ അതാണ് നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെന്താണ്, നമ്മൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ പറയില്ലേ, ഒരു കുഞ്ഞിൻ്റെ സ്കിന്നും ഓരോ കുഞ്ഞിൻ്റെ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇപ്പം എൻ്റെ മോൾക്ക് കുഴപ്പമില്ലാത്ത ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ മഞ്ഞൾ എല്ലാവർക്കും ഒരുപോലെ ചേരണമെന്നില്ല. ചില കുഞ്ഞുങ്ങൾക്ക് മഞ്ഞൾ അലർജി ആയിട്ടുണ്ടാവാം. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ മഞ്ഞൾ തേക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്നുണ്ട്, നിർത്താതെ കരയുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനർത്ഥം അത് അവർക്ക് അലർജിയാണെന്നുള്ളതാണ്. പിന്നെ നമ്മളത് ഉപയോഗിക്കരുത്. ഏത് ഓയിലായാലും നമുക്ക് അവരുടെ സ്കിന്നിന് അത് ചേരുന്നില്ല എന്ന് കാണുകയാണ്, എന്തെങ്കിലും നമ്മൾ വിചാരിച്ച ഫലം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് ആ കുഞ്ഞിന് അലർജി ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മളത് ഉപയോഗിക്കാതിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കുഞ്ഞിൻ്റെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കോൺഫിഡൻ്റ് ആയിട്ടും എന്താ പറയുക ബോൾഡായിട്ടും വളർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. കാരണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആൾ ക്ലാസ്സിലും എല്ലായിടത്തും നമ്പർ 1 ആണ് കേട്ടോ. പഠനത്തിലായാലും ആർട്സിലായാലും സ്പോർട്സിലായാലും എല്ലാവിടെയും നമ്പർ 1 ആണ്. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ഞാൻ ഒരു ദിവസം ആളടുത്ത് ചോദിച്ചു, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആവാൻ പറ്റുന്നത് ചോദിച്ചു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പേരൻസാണ്, എൻ്റെ അപ്പച്ചനും അമ്മയാണ്
എന്നെ നന്നേ ചെറുതിൽ എന്ത് ചെയ്യുമായിരുന്നു, അവളെ നന്നേ ചെറുതിലേട്ടോ അവളെ തലയിലേറ്റ്, അവളുടെ അപ്പച്ചൻ തലയിലേറ്റ് നടക്കുമായിരുന്നു. എന്നിട്ട് പറയും രാജകുമാരി വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവളെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യിക്കായിരുന്നു. ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ രാജകുമാരി എന്നാണ് പറയുക, രാജകുമാരി എന്നാണ് പറഞ്ഞിട്ടാണ് ഇവളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ആ നന്ദി ചെറുതിൽ അവൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇതാണ് അവളെ വലുതായപ്പോഴും അവൾ എല്ലാവരുടെയും നമ്പർ 1 ആയത്. ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ ആൾ ജീവിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുതിലെ തന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം. അവരെ എന്താ പറയുക വിഷമിപ്പിക്കാതെ, നിറം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ കഴിവില്ലയെന്നോ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താതെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് നല്ലൊരു പൊസിഷനിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.